ഹലോ, എന്താണ് ചേച്ചി? ഏ അയ്യോ, രമണി ചേച്ചിയുടെ അമ്മായിമ്മേനെ പശു കുത്തിയെന്നാ? എൻ്റെ ദൈവമേ, എന്നിട്ട് നടു തളർന്നാ? അയ്യോ, പിന്നെ എൻ്റെ ഈശ്വര, സംസാരശേഷിയും പോയെന്നാ? എന്നിട്ട് ആശുപത്രിയിലാണാ? അയ്യോ, എന്ത് കഷ്ടമായിപ്പോയി. ദൈവമേ, ഒരു കാര്യം ചെയ്, ആ രമണി ചേച്ചിയുടെ നമ്പർ ഉണ്ടെങ്കിലേ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യ്. ഒന്നുമല്ല, ആ പശുവിനെ കൊടുക്കണുണ്ടെങ്കിലേ മേടിക്കാനാ. എനിക്കും ഉണ്ടല്ലോ ഒരു അമ്മായിയമ്മ. ആ ശരി. എൻ്റെ അമ്മ നിന്നോട് ചൂടുവെള്ളം കലക്കണമെന്ന് പറഞ്ഞിട്ട് വല്ലതും ചെയ്തു കൊടുത്താ? നീ എന്തെന്നാ പറഞ്ഞത്? ചൂടുവെള്ളം തിളപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ പറഞ്ഞ് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ മതിയെന്ന്. ഗ്യാസ് എന്തുമാത്രം വേണമെന്നറിയാവോ ഇത്രയും ആളിന് ചൂടുവെള്ളം ഉണ്ടാക്കാനായിട്ട്? അവര് പ്രായമുള്ള ആൾക്കാരല്ലേ, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അവർക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഇച്ചിരി പച്ചവെള്ളം ചേർത്ത് കുളിക്കാൻ അറിയാൻ പാടില്ല, ആ മുഴുവനും ചൂടുവെള്ളം തന്നെ വേണമെന്ന്. ആ ചൂടുവെള്ളം വേണം. എത്ര വയസ്സുണ്ട്? 10-75 വയസ്സില്ലേ? അവർക്ക് ചൂടുവെള്ളത്തിൽ കുളിച്ചാലേ അവരുടെ ശരീരത്തിൽ അത് പിടിക്കുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ്? അതിന് മാത്രം ഗ്യാസ് ഇവിടെ ഇരിക്കണ? ഓട്ടെ, അവര് 10-75 വയസ്സില്ലേ? ഇനി കൂടി വന്ന എത്ര നാള്? 10-30 കൊല്ലവും കൂടി. 30 കൊല്ലോ? അവരല്ല, നിന്റെ കാര്യം പറഞ്ഞാണ്. അതിനുള്ളിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ജീവിച്ചു പോയിക്കൂടെ? വെറുതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇടയിൽ കിടന്ന് എന്നെ ഇതിനകത്ത് പെടുത്തല്ലേ. അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണില്ല. എന്നെ കെട്ടിക്കൊണ്ടുവന്ന കാലം വരെ തുടങ്ങിയതാണ്. എന്തുമാത്രം പോരാനെടുത്തെന്നറിയാമോ? എന്നിട്ട് പോരാത്തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചു കൂട്ടിയ എന്താണെന്നറിയാമോ? ആ അയൽക്കൂട്ടത്തിലും കുടുംബശ്രീയിലും എല്ലാം ചെന്നിട്ട് പറഞ്ഞു ഞാൻ കഞ്ഞി കൊടുക്കണില്ല, വെള്ളം കൊടുക്കണില്ല, ചോറ് കൊടുക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒക്കെ എരന്ന് മേടിച്ച് കഞ്ഞി കുടിച്ച്. എന്നിട്ട് പറഞ്ഞ് ഞാൻ തുണി കൊടുക്കാൻ മേടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് സാരി മേടിക്കണം, മുണ്ടും ബ്ലൗസും മേടിക്കണം, അതൊക്കെ മേടിച്ചു കൊടുക്കണം. എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇവര് മനപ്പുറം ചെയ്യണതല്ലേ. ഒരിത്തിരി ചൂടുവെള്ളം, അവർ കുടിക്കാൻ ഒരിത്തിരി ചൂടുവെള്ളം, കുളിക്കാൻ ഒരിത്തിരി ചൂടുവെള്ളം, അതല്ലേ ചോദിച്ചുള്ളൂ. എടി, എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്റെ അമ്മയുടെ എന്തെങ്കിലും നീ ഉണ്ടാക്കി കൊടുക്കൂലേ? അവരുടെ ചൂടുവെള്ളം കൊടുക്കാൻ ഞാൻ അവർക്ക് ചൂടുവെള്ളം. നിനക്കറിയോ, എന്റെ സ്വന്തം അമ്മായിയമ്മേനേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്റെ അമ്മായിയമ്മയോടാ. അറിയോ? അത് നീ മറക്കണേ. അല്ല ചേട്ടാ, അത് അല്ലല്ല, നീ ഒന്നും പറയണ്ട. ഞാനേ ഇത്തിരി സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഒന്ന് ഇരിക്കണം. എനിക്ക് അല്ലെങ്കിൽ സമാധാനം പോവണ്ട കേട്ടാ. കഷ്ടായിപ്പോയി. ചേട്ടന് വിഷമമായി തോന്നുന്നു. പറയണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞ കേട്ടാ, സ്വന്തം അമ്മായിമ്മയെക്കാളും ഇഷ്ടം എൻ്റെ അമ്മായിമ്മേനെയാണ്. അല്ല, എൻ്റെ അമ്മായിയമ്മ എന്ന് പറയണേ അയാക്കടെ അമ്മയല്ലേ? ഇടൂ, വാക്ക് ചുറ്റിച്ച് വളച്ച് പറഞ്ഞ് എന്നെ മയക്കി ഇട്ടിട്ട് പോയല്ലേ. പോരട്ടെ, കൂടെ കൊടുക്കാൻ ഞാൻ നല്ലത്. ചേച്ചി, ചേച്ചി, ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരികയാണ്. നമ്മുടെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൊരു ഏർപ്പാടായിട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്ന് സഹായിക്കണം. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത്രയും ഗെറ്റപ്പിലൊക്കെ വന്നിട്ട് ചോദിക്കുമ്പോൾ ഈ 10-20 ഒന്നും തരാൻ പറ്റില്ലല്ലോ. മിനിമം ഒരു 100 രൂപയെങ്കിലും തരണ്ടേ. എവിടുന്ന് വരുന്നെന്നാ പറഞ്ഞു? അനാഥാലയം എന്നാണ്. ഏത് അനാഥാലയം? അയ്യോ, അനാഥാലയം അല്ല, അനിതാലയം. അനിതാലയോ? ആ, എൻ്റെ വീടാണ് ചേച്ചി. എനിക്കവിടെ ഭാര്യയുണ്ട്, 4 കുട്ടികളുണ്ട്. ആ, അതന്നെയല്ല, ഭാര്യ ഇപ്പം പ്രഗ്നൻ്റ് ആണ്. അവരൊക്കെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഇവരെയൊക്കെ എല്ലാവരും നോക്കേണ്ട ഒരു ചുമതല എനിക്കാണ്. അപ്പം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും തന്ന് സഹായിക്കണം. അയ്യോ, എൻ്റെ കയ്യിലിപ്പം പൈസ ഒന്നും ഇരിപ്പില്ലല്ലോ. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി. നേരം വെളുത്ത പോലെ ഞാൻ നടക്കുന്നതാണ്. ഒരു ചായ കുടിച്ചിട്ടില്ല, ചോറ് കഴിച്ചിട്ടില്ല. ഭയങ്കര കഷ്ടമുള്ള ചേച്ചി. അല്ല, അതുകൊണ്ടല്ല, ഇവിടെ ആകെപ്പാടെ ഒരു 500 രൂപ ഇരിക്കണത്. അപ്പോൾ ഒരു 100 രൂപയെങ്കിലും ഞാൻ തരണ്ടേ. അപ്പോൾ 100 രൂപ എടുത്തിട്ട് ബാക്കി തരാനായിട്ട് ചില്ലറ കാണുമോ? തരാം, ചേഞ്ച് തരാം. എത്രയൊക്കെ വേണം തരാം. 100-നും 500-നും ഒക്കെ ചേഞ്ച് തരാം. ആണോ? ആ, അപ്പോൾ ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ട്. എന്നാലേ അതിൽ നിന്നൊരു 100 രൂപ കൊണ്ടു കൊടുത്തിട്ട് എവിടുന്നെങ്കിലും ഒരു ചായക്കട കയറി ഒരു ചായ കുടിക്കും. പിന്നെ ഉച്ചക്കത്തെ ഊണിൻ്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. പിന്നെ ബാക്കി ഇഷ്ടം പോലെ ചില്ലറ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാശിന് പോയി അനാഥാലയത്തിൽ മക്കൾക്ക് ചെലവിന് കൊടുക്കും. അനാഥാലയത്തിന്റെ പേരും പറഞ്ഞ് തെണ്ടാൻ അറിയിരിക്കുന്നോ ഊള? അയ്യോ, അനാഥാലയം ചേച്ചി, അനിതാലയം. ആ, എന്നാ ആ അനിതാലയത്തിൽ തന്റെ പെണ്ണുപിള്ളക്ക് മക്കൾക്കേ തന്റെ കയ്യിലെ കാശ് കൊണ്ട് ചെലവിന് കൊടുക്കണം മാറി. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയായിരുന്നു. എന്ത് പരിപാടിയാണ് നീ എന്നോട് ചെയ്തത്?
എന്താണ്? എടാ നിന്റെ ഒരു കാറ് മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊട്ട കാറാണ് നീ എനിക്ക് തന്നത്. എനിക്ക് വണ്ടി കച്ചവടമല്ലേ. ആ അപ്പൊ ആള് കാറ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ കാറ് കൊടുക്കും. എടാ ഫാമിലിയുടെ 3 റൂട്ടിൽ 36 പ്രാവശ്യമാണ് ആ വണ്ടി നിന്നത്. എടാ എന്നോട് എന്തിനാ ഈ ചതി നീ ചെയ്തത്? നീ എന്നോട് എന്താ പറഞ്ഞത്? അധികം ഓടാത്തൊരു വണ്ടി വേണമെന്നല്ലേ പറഞ്ഞത്? ആ അതിനെന്താണ്? ഇപ്പൊ അധികം ഓടിയിട്ടുണ്ടാ? അധികം ഓടണല്ലോ. ഇതാ പറഞ്ഞ അധികം ഓടാത്ത വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോ അധികം ഓടാത്ത വണ്ടി വന്നു. ഇനിയിപ്പോ ഞാൻ ആ സാധനം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് വെച്ചാ നീ ഒരു കാര്യം ചെയ്യ്. ആ ഡോക്ടർ ഓടിച്ച വണ്ടിയാണെന്ന് പറഞ്ഞ് OLX ഇട്ട് കൊടുക്ക്. ആൾക്കാർ മുത്തി എടുത്തോളൂ. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ എവിടെയാണ് കാണാനില്ല, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? ഞാൻ ഇറങ്ങാറുണ്ട്, നിങ്ങൾ ആരും കാണാറില്ല. പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങാറുണ്ട്. എന്ത് പറ്റിയോ? എന്തോ ഒരു വിഷമം പോലെ. മക്കളെ കണ്ട് മാമ്പു കൊണ്ട് മോഹിക്കരുത്. ബാമ്പു കണ്ടുവാ? ബാമ്പു അല്ല, മാമ്പു. പുതിയ തലമുറ അത് കണ്ടു കാണൂല. അല്ല, എന്താ മാഷിന്റെ പ്രശ്നം എന്താണ്? ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെ 2 മക്കളെ ഞാൻ പൊന്നുപോലെയാണ് വളർത്തിയത്. സരസ്വതി പോകുമ്പോൾ അതുങ്ങൾ ചെറുപ്പങ്ങളാ. അതുങ്ങളെ 10ാം ക്ലാസ് വരെ നല്ലപോലെ പഠിപ്പിച്ച് ട്യൂഷനും ഉണ്ടായിരുന്നു. പൈസ മുടക്കിയാ പഠിപ്പിച്ചത്. മാർക്ക് കുറവായിരുന്നു. പിന്നെ കോളേജ് ചേരണമെങ്കിൽ നല്ല ഡൊണേഷൻ കൊടുക്കണം. അതും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉന്നത ബിരുദ പഠനത്തിന് പോകണമെന്ന് പറഞ്ഞ കാരണം 10 ലക്ഷം വെച്ച് കിട്ടി, അതിനും പഠിപ്പിച്ചു. 25 വയസ്സ് വരെയും എൻ്റെ ചെലവിലാണ് അവന്മാർ കഴിഞ്ഞത്. അതിനുശേഷം അവന്മാർക്ക് ജോലി കിട്ടി, അവന്മാർ പെണ്ണ് കെട്ടിയതോടുകൂടി പിന്നെ ഞാൻ ആരാണ് എന്താണ് എന്ന് വന്ന് അന്വേഷിക്കലോ ഒന്നും നോക്കാറില്ല. കല്യാണം കഴിച്ചതാണ് തെറ്റ്. അന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ്? കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാണ്? അവർക്ക് കല്യാണം കഴിക്കണ്ടേ? അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഭാവിയുണ്ട്. അത് കല്യാണം കഴിച്ചാലേ നടക്കുള്ളൂ. അവരല്ല, പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. കഴിച്ചതുകൊണ്ടാണല്ലോ ഇവന്മാരുണ്ടായത്. ഓ അങ്ങനെ. എന്താടി? ഞാൻ അതേ വന്നി വന്നി നീ എന്താ വിളിച്ചത്? എന്നെന്തിനാ വിളിച്ചതെന്ന്? എന്നെന്തിനാ വിളിച്ചത്? എന്നെ വിളിച്ചത് എന്തിനാണെന്ന്? ഇതെന്താണ് എന്താണ് ചെവിയിൽ എന്താണ് പഞ്ഞിയും വെച്ചിരിക്കണത്? കാലയിൽ ഇച്ചിരി ചൂടുവെള്ളം വീണതാ. എടി കാലെ ചൂടുവെള്ളം വീണിന് ചെവി പഞ്ഞി വെക്കണ എന്തിനാണ്? എന്റെ കാലിലല്ല, പിന്നെ നിങ്ങളുടെ അമ്മയുടെ കാലിലാ ചൂടുവെള്ളം വീണത്. അപ്പൊ തുടങ്ങി ഒച്ചപ്പാട് ബഹളമാണ് തള്ള. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെവി പഞ്ഞി വെച്ചത്.